നിങ്ങളും മോഹൻ ചേട്ടനും വലിയ ചെങ്ങാതിമാരല്ലേ? പിന്നെ എന്റെ ചങ്കാവൻ. കള്ളനും കള്ളന് കഞ്ഞി വെച്ചവനും. എന്താ? അല്ല, മോഹൻ ചേട്ടന് ജയന്തി ചേച്ചിയെ കൊണ്ടുവിടണം. എന്നെ നിങ്ങൾ കൊണ്ടുവിടുന്ന് മോഹൻ ചേട്ടൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ വലിയ ചെങ്ങാതിമാരാന്ന്. എന്നുവെച്ചാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതരുത്. ഞാൻ അത്ര വലിയ വണ്ടിയൊന്നും അല്ല. എന്താ നീ പറഞ്ഞു വരുന്നത്? ബൈക്കിൽ പോകുമ്പോ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് എന്റെ ദേഹത്ത് മുട്ടാനല്ലേ? അതുകൊണ്ട് തന്നെയാ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞത്. അതൊക്കെ നിന്റെ തോന്നല. ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞ് എന്നെ പറ്റിക്കാനല്ലേ? കള്ളക്കഥ പറഞ്ഞ് നിന്നെ പറ്റിക്കാനൊന്നും അല്ല. കള്ളക്കഥ പറഞ്ഞ് നിന്നെ പറ്റിച്ച ആളെ കാണിച്ചു തരാനാ. ദാ അങ്ങോട്ട് നോക്ക്. ഞാൻ കണ്ണിച്ചോരയില്ലാത്തവൻ, ഒട്ടും മനസാക്ഷിയില്ലാത്തവൻ. നീയോ ദേയുടെ ഹോൾസെയിൽ ഡീലർ. ദേയുടെ ഹോൾസെയിൽ ഡീലറെ അയാളുടെ കാലൊന്ന് നോക്കിയേ. കണ്ടില്ലേ? നിന്നോട് ആഹാരം കഴിക്കാൻ പോലും ഗതിയില്ലാന്ന് പറഞ്ഞ അയാളുടെ കയ്യിലെ കാശ് കണ്ടില്ലേ? നീ ഒരു മാസം കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് അയാള് വെറും 2 ദിവസം കൊണ്ട് കള്ളം പറഞ്ഞ് സമ്പാദിക്കും. കാശ് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ? ആഹാരം പോലും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ തനിക്ക് കാശ് തന്നത്. നിങ്ങൾ എന്നെ പറ്റിച്ചതല്ലേ? എന്നെ 20 രൂപ തിരിച്ചാടോ? എന്റെ പൈസ താടോ. എന്റെ 20 രൂപ തരാൻ. ഇങ്ങനെയുണ്ടോ കള്ളന്മാര്? കൊണ്ടുപോട്ടെ.